ഹായ് ബിലവേഴ്സ്, വിജയ സംരംഭകയായ ഷീബയെ സംബന്ധിച്ചിടത്തോളം 10 മണി എന്നത് ഒരു ചെറിയ ചെടിയല്ല, മറിച്ച് 10 സെന്റ് സ്ഥലവും വീടും സ്വന്തമാക്കാൻ ഉപകരിച്ച പണം കായ്ക്കുന്ന പത്തരമാറ്റുള്ള ഒരു വൻ മരമാണ്. ഷീബ തന്റെ വിജയ കഥ തുടരുന്ന രണ്ടാമത്തെ വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. കണ്ടതെല്ലാം കണ്ടന്റ്. അപ്പൊ നമ്മളിപ്പോ 10 മണിയൊക്കെ കണ്ടു കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് ബിഗോണിയ പ്ലാന്റ് കാണാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ മദർ പ്ലാന്റ് ആണ് അല്ലേ? ഇത് ബിഗോണിയയുടെ മദർ പ്ലാന്റ് ആണ്. ഇതൊക്കെ ഏറ്റവും പുതിയ ട്വിസ്റ്റഡ് വെറൈറ്റീസ് ആണ്. ഈ കാണുന്നതൊക്കെ ട്വിസ്റ്റഡ് വെറൈറ്റീസ് ആണ്. ട്വിസ്റ്റഡ് ആണ്. ഇത് സിംഗിൾ സൈഡ് ട്വിസ്റ്റഡും ഉണ്ട്. ഇതൊക്കെ കണ്ടോ, ഡബിൾ സൈഡ് ആണ് ട്വിസ്റ്റഡ് ആയിട്ട് വരുന്നത്. ഇതൊക്കെ കണ്ടോ, സിംഗിൾ സൈഡ് ആണ്. ഇത് എസ്കർഗോട്ട് എന്ന് പറയുന്ന വെറൈറ്റി ആണ്. അപ്പോൾ ഇത് നമ്മുടെ മെറി ക്രിസ്മസിന്റെ തന്നെ ഒരു ട്വിസ്റ്റഡ് വെറൈറ്റിയാണ്. ഇതെല്ലാം കണ്ടോ ട്വിസ്റ്റഡുകളാ. ഈ ചുരുണ്ട് നമ്മുടെ ശംഖിന്റെ ഷേപ്പ് പോലെ വരുന്ന ഇതാണ്. ഇത് പുൽച്ചാടി വന്ന് നീര് ഊറ്റി കുടിക്കും. ഒച്ചല്ല, പുൽച്ചാടി വന്ന് നീര് ഊറ്റി കുടിച്ചിട്ടാണ് ഈ പൊള്ളല് വന്നത്. ഈ ചൂടത്ത് അവർക്ക് വേറെ പുല്ലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇതിന്റെ ഇലയ്ക്ക് ഒരു നനവ് അല്ലെ, ഒരു നീരിന്റെ അംശമുണ്ട്. ഇതെല്ലാം നമ്മള് ബിഗോണിയയുടെ പ്രൊപ്പഗേഷനുള്ള മദർ പ്ലാന്റുകളാണ് നമ്മളെല്ലാം പിടിപ്പിച്ചേക്കുന്നത്. എല്ലാ വെറൈറ്റിയും മദർ പ്ലാന്റുകൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. അതിന്റെ ഇലകളാണ് നമ്മൾ പ്രൊപ്പഗേഷന് വേണ്ടി എടുക്കുന്നത്. ഇത് മൊത്തത്തിൽ ഇങ്ങനെ ചെയ്തേക്കുന്നതാണ്. എനിക്ക് ഇതിന്റെ തണ്ടിന് അങ്ങനെ കട്ടി കുറവല്ലേ? നല്ല നീരുണ്ട്, ഒത്തിരി നീരുണ്ട്. അതാണല്ലേ ഈ വെള്ളം കെട്ടിക്കിടന്ന ഇത് പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുള്ളത്. നമ്മള് വീട്ടിലൊക്കെ ആയാലും പലരും ചെടി നടുമ്പോ ഇതുപോലുള്ള പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാറില്ല. എന്നിട്ട് ചെടി പോയി കഴിയുമ്പോ അയ്യോ ഇതിപ്പോ നമ്മൾ ഓൺലൈനിലാണെങ്കിലും ഞാൻ എല്ലാവരുടെ പറയും, നിങ്ങൾ ഒരു ബിഗോണിയ മേടിച്ചു കഴിയുമ്പോ നിങ്ങളൊരു കാര്യം ചെയ്യും, കൈ കിട്ടി കഴിയുന്ന ഉടനെ തന്നെ അതിൽ നിന്ന് ഒരു ഇല നിങ്ങൾ കട്ട് ചെയ്ത് വേറൊരു ചെടിയുടെ ചോട്ടിലോട്ട് നിങ്ങൾ വെക്കണം. മേടിച്ച ചെടി അഥവാ നഷ്ടപ്പെട്ടു പോയാലും നമുക്ക് തൈ കിട്ടും. അങ്ങനെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് ഫയർ വർക്ക്സ് എന്ന് പറയുന്നതാണ്. ഇനി ചൂട് കൂടുമ്പോ ഒന്നും കൂടി വയലറ്റ് ഷെയ്ഡ് കൂടി വരും. ഫയർ വർക്ക്സ് എന്ന് പറയുന്നത് കുഞ്ഞു പൂക്കൾ കുഞ്ഞു പൂക്കൾ ഉണ്ടാവാറുണ്ട്. ബിഗോണിയ നമുക്ക് റെക്സ്, ഇതും അതിന്റെ തന്നെ നല്ലൊരു വെറൈറ്റിയാണ്. ഇതിലൊക്കെ പൂ വരും. ഇതിപ്പം കണ്ടോ, മൊട്ടാണ്, പൂവിന്റെ മൊട്ടാണ്. ഇങ്ങനെ എടുത്ത് കളയണം. പൂ വരാൻ അനുവദിക്കരുത്, പൂ വരാൻ പാടില്ല. ഇത് റെക്സ് ബിഗോണിയാണ്. റെക്സ് ബിഗോണിയയിൽ പൂ വരാൻ പാടില്ല. വാക്സ് ബിഗോണിയയിൽ മാത്രമാണ് പൂ വരാൻ പാടുള്ളൂ. അപ്പൊ ഇതെല്ലാതാണോ റെക്സ്? ഞാൻ ചെയ്യുന്ന മൊത്തം റെക്സ് ബിഗോണിയാണ്. അതിൽ നിന്നാണ് നമുക്ക് ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. വാക്സ് ബിഗോണിയ കൊമ്പൊടിച്ചു കുത്തുന്നത്. അപ്പൊ അതാണ് ഇതിലൊന്നും പൂക്കള് കാണാത്ത. പൂക്കള് വരുമ്പോഴത്തേക്കും നമ്മളത് പൊട്ടിച്ച് കളയണം. ഇതൊക്കെ പുതിയ വെറൈറ്റിയാ. നല്ല ടൈപ്പ്. അതിന്റെ 2 കളർ വരുന്നുണ്ട്. ഈ ഗ്രീനും വരുന്നുണ്ട്, അതിന്റെ ഒരു ബ്രൗണും വരുന്നുണ്ട്. നേരത്തെ ഞാൻ ലീഫ് പ്രൊപ്പഗേഷനിൽ കാണിച്ചേക്കുന്ന ചെടിയുടെ ഈ മദർ പ്ലാന്റ് ആണ് ഈ കാണുന്നത്. അപ്പൊ ഈ ഇലയൊക്കെ നമുക്ക് പ്രൊപ്പഗേഷന് റെഡിയായി നിൽക്കുക. ഇതിന്റെ ബാക്ക് സൈഡിൽ എന്തോരം ഞരമ്പുകളുണ്ടോ അത്രയും തൈകൾ നമുക്ക് കിട്ടും. ഈ ഓരോ ഞരമ്പുകളിൽ നിന്നുമാണ് ഈ തൈ ഉണ്ടായി വരുന്നത്. ഇതൊക്കെ ആളുകൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇത് പലർക്കും അല്ല, എനിക്കും അറിയില്ലായിരുന്നു കേട്ടോ. ഇതിൽ എത്ര ഞരമ്പുണ്ട് അതനുസരിച്ചാണ്. ഇപ്പൊ നമ്മുടെ ഈ ചെടിയുടെ ഞരമ്പ് കണ്ടില്ലേ, നോക്കിയേ. ഈ ഓരോ ഞരമ്പ് 1 2 3 4 5 6 ഈ 6 ഞരമ്പിൽ നിന്നും നമുക്ക് കട്ട് ചെയ്ത് വെക്കുമ്പോ ആ ഓരോ ഞരമ്പിന്റെ ഭാഗത്തു നിന്നുമാണ് ഓരോ തൈ നമുക്ക് വരുന്നത്. പിന്നെ ഫസ്റ്റ് നമ്മൾ വെക്കുമ്പോൾ ഈ 1 ഇഞ്ച് നീളത്തില് തണ്ടോടുകൂടി, തണ്ടാണ് ആദ്യം നമ്മൾ കുഴിച്ചു വെക്കുന്നെങ്കിൽ ഈ ഇല ഇങ്ങനെ നിന്നിട്ട് തണ്ടിന്റെ ചോട്ടിൽ നിന്ന് ഫസ്റ്റ് തൈകൾ കിട്ടും. ആ തൈകൾ വളർന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കട്ട് ചെയ്തിട്ട് വീണ്ടും ഈ ഇല വെക്കാം. അപ്പൊ ഇലയുടെ ചുറ്റും തൈ കിട്ടും. ആ തൈ വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ചെറിയ ചാല് പോലുള്ള ചെറിയ ഞരമ്പുകള് വീണ്ടും കുഴിച്ചു വെച്ചാൽ അവിടെ നിന്ന് വീണ്ടും. അപ്പൊ ഈ ഒരു ഇലയെന്ന് കുറെ പ്രൊപ്പഗേഷൻ ചെയ്ത് എടുക്കാം. അറിയാവുന്നവർക്കാണെങ്കിൽ നല്ലതുപോലെ ചെയ്തെടുക്കാൻ നമുക്ക് കുറെ തൈകൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇതൊക്കെ കണ്ടോ, ഇത് ഈ ചാലിലൊക്കെ നട്ടിരുന്ന ഇതേപോലെ ഈ ചാല് കോരിയിട്ട് ഇവിടെ ഈ ചാല് കോരിയിട്ട് ഇതുപോലെ ഇലകൾ കുത്തി വെച്ചിരുന്നതാണ്. ആ ഇലകളാണ് ഇപ്പൊ നമുക്ക് തൈകളായി ഇങ്ങനെ നിൽക്കുന്നത്. ചാലിലെല്ലാം ലീഫ് കുത്തി വയ്ക്കുമ്പോ പിന്നെ അതിനെ എടുത്താണ് നമ്മൾ ചെറിയ ചെടിച്ചട്ടിക്കകത്തോട്ട് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. അവിടെ 2 പേരുണ്ട്, അങ്ങോട്ടൊന്ന് അവരെ ഒന്ന് കാണിച്ച്. അത് മോന്റെ ഗിനിപ്പന്നിയാണ്. ഇത് ഗിനിപ്പിക്കാണ്. ഇത് കണ്ടോ, ഹെയർ ഉള്ള ടൈപ്പാ, രോമം കണ്ടോ കൂടുതലുള്ള ടൈപ്പാണത്.
ഹെയർ കൂടുതൽ വരും. തുറന്നാലും കുഴപ്പമില്ല ഇവര്. ചീരയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പുല്ലിനെക്കാളും ഇഷ്ടമാണ് ചീര. ഇറങ്ങിപ്പോ നോക്കില്ല. ഇതുണ്ട് നല്ല രോമോ ദേഹത്ത്, നല്ല രോമോ. നമ്മള് തൊടാൻ ചെന്ന ഓടുമായിരിക്കും. പേടിച്ചവർ ഓടി. നമ്മളെ കണ്ടിട്ടാണോ? ഇവരെത്ര നാളായി കിട്ടിയിട്ട്? ഇത് ഇപ്പൊ 2 മാസമായി. അതെ, പെയറാണ്. പെയറാണ്. മോന്റെ കൃഷിയാണല്ലേ? ഇതൊക്കെ മോന്റെ കൃഷിയാണ്. മാലിമുളക് പാകി കിളിപ്പിച്ചിട്ട് അതിന്റെ തൈകള് പിരിച്ചു വെച്ചേക്കുന്നതാണ് മാലിമുളക് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കറിക്ക് ഉപയോഗിക്കാനൊക്കെ നല്ല മുളകാ അത്. അപ്പൊ നമ്മളിപ്പം ഷെഡിന്റെ ഉള്ളിൽ കണ്ട മദർ പ്ലാന്റുകളിൽ നിന്ന് ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്ത വെറൈറ്റീസ് ആണ് നമ്മൾ ഈ കാണുന്നത്. അതായത് ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വെറൈറ്റി, ഇതൊക്കെ ട്വിസ്റ്റഡ് ടൈപ്പിന്റെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വെറൈറ്റിയാണ്. ട്വിസ്റ്റഡ് ടൈപ്പാണ് ഇതൊക്കെ പുതിയ ട്വിസ്റ്റഡ് ടൈപ്പാണ് ഈ വെറൈറ്റികളെല്ലാം വരുന്നത്. അപ്പൊ ഇത് നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു ലീഫ് എടുത്ത് കുത്തും. ഈ ഒരു ലീഫ് എടുത്ത് നമ്മൾ എപ്പോഴും പോട്ടിംഗ് മിശ്രിതം കുറച്ച് സോഫ്റ്റ് ആയിരിക്കണം, ഹാർഡ് ആവരുത്, കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള പോട്ടിംഗ് മിശ്രിതം ആയിരിക്കണം. അപ്പൊ ഈ ഒരു ലീഫ് കുത്തി കഴിയുമ്പോൾ നോക്ക്, ലീഫിന്റെ ഉൾസൈഡിൽ നിന്നും കണ്ടോ, ഇത് ലീഫിന്റെ ഉൾസൈഡിൽ നിന്നും അതേപോലെ ലീഫിന്റെ ബാക്ക് സൈഡിൽ നിന്നും ഇങ്ങനെ നിറയെ തൈകൾ പൊട്ടി വരും. ഇതിപ്പോ ഒരു 2 മാസം കൊണ്ട് നമുക്ക് പൊട്ടി വരും. ഇതിപ്പോ ഒരു 1.5 മാസമായതാ. ഒരു 2 മാസം ആകുമ്പോൾ എത്ര തൈ ഉണ്ടെന്ന് വെച്ചാൽ നമുക്കത് തിരിച്ചറിയാൻ പറ്റും. നെക്സ്റ്റ് സ്റ്റേജ്, അതിനെ നമ്മൾ ഇതുപോലെ ചെറിയ ചട്ടിയിലോട്ട് മാറ്റി നടും. അപ്പൊ ഇങ്ങനെ മാറ്റി നട്ട് 1 മാസമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏകദേശം നമുക്ക് ഈ ഒരു വളർച്ച എത്തും. ഈ ഒരു വളർച്ചയൊക്കെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും സെയിൽ ചെയ്യണമെങ്കിൽ സെയിൽ ചെയ്യാം, അല്ലാതെ വളർത്താനാണെങ്കിൽ തൊട്ടടുത്ത ഒരു 6 ഇഞ്ചിന്റെ പോട്ടിലോട്ട് നമ്മൾ മാറ്റി നടും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതും നമുക്ക് നന്നായിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മെത്തേഡാണ്. എന്ത് വളമാണ് നമ്മള് ഇത് നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ചാണകപ്പൊടി മിക്സ് ചെയ്യരുത്, ചകിരിച്ചോറും മിക്സ് ചെയ്യരുത്. കാരണം ചകിരിച്ചോറ് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്സ് ചെയ്യാം ചെടിയെ പറ്റി നല്ലോണം പഠിച്ചതിന് ശേഷം മാത്രം. ചെടിയെ പറ്റി അറിഞ്ഞുകൂടാതെ നമ്മൾ ആദ്യമേ തന്നെ ചാണകപ്പൊടിയും ചകിരിച്ചോറും ഇടുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിന്റെ നനവ് കൊണ്ട് ചെടി ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഓവർ വാട്ടറിങ് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം നടുമ്പോൾ വെറുതെ മണലും മണ്ണും മാത്രം, ഗ്രാവല് മണ്ണും മണലും മാത്രം ചേർത്ത് പ്ലാന്റ് നട്ട് പിടിപ്പിക്കുക. പിടിപ്പിച്ചതിന് ശേഷം മാത്രം, പിടിച്ചു വന്നതിന് ശേഷം മാത്രം പച്ചച്ചാണകം, ഇതുപോലെ തന്നെ കൊന്നേല, പിണ്ണാക്ക് ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് അതിന്റെ തെളിയെടുത്ത് ഇരട്ടി വെള്ളവും ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. സ്പ്രേ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇലയും ഒരു ഭാഗം വളം വലിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ ഇലയിലും നമ്മൾ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ മണ്ണിലായിരിക്കും അധികം വെള്ളം നനച്ചു കൊടുക്കുക. ചെടിയുടെ മുകളിലേക്കൊന്നും നനയ്ക്കാറില്ല. ചെടിയുടെ മുകളിലോട്ടും ഇലയിൽ നന്നായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ചെടി എന്നാലാണ് ചെടി നല്ലതായിട്ട് ഇരിക്കുന്നത്. അപ്പൊ ബിഗോണിയക്ക് പ്രത്യേകിച്ചും ചൂടുകാലമാണ്, നല്ലതുപോലെ വെള്ളം കൊടുക്കണം. ഇതിപ്പോ നമുക്ക് നെക്സ്റ്റ് ചെറിയ ചട്ടിയിൽ നിന്ന് മാറ്റി വെച്ചേക്കുന്ന ഒരു സിസ്റ്റമാണിത്. അപ്പോൾ ഇത് ഇങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വലിയ പോട്ടിനകത്ത് ആ ചെടിയെടുത്ത് നേരെ ഒരു 8 ഇഞ്ചിന്റെ 10 ഇഞ്ചിന്റെ ചട്ടിക്കകത്ത് വെക്കരുത്. തൊട്ടടുത്ത കുറച്ച് വലിപ്പമുള്ള ചട്ടിയിലേ വെക്കാവുള്ളൂ. ഇനി ഇത് വലുതായതിനു ശേഷം ഇത് നമുക്ക് എടുത്തിട്ട് ഒരു 10 ഇഞ്ചിന്റെ പോട്ടിലോട്ട് വെക്കാം. അല്ലാതെ ഒരിക്കലും, കാരണം 10 ഇഞ്ചിന്റെ ചട്ടിയിലാണ് നമ്മൾ ഇത്രയും ചെറിയ ചെടി വെക്കുന്നെങ്കിൽ അത്രയും നനവ് ഒന്നിച്ച് ഈ ചെടിക്ക് ബാധിക്കും. അപ്പോഴും ചുവട് ചീഞ്ഞു പോകും. അപ്പൊ ഈ ചട്ടി ഇങ്ങനെ നമ്മൾ വലിപ്പം കൂട്ടുന്നവരാണ് ചെടിക്ക് വളരാനുള്ളൊരു. ഈ ചെടി വളരുന്നതനുസരിച്ച് ചട്ടിക്ക് വലിപ്പം കൂട്ടി കൊടുക്കണം. അല്ലാതെ ഒരിക്കലും ചെറിയ ചെടി എടുത്ത് വലിയ അത് നശിച്ചു പോകും. ഇതാണ് ജെർബറ. അപ്പുറത്ത് അല്ലേ? ഇത് ജെർബറയല്ലേ? ഇത് ജെർബറ നമുക്ക് 20 വെറൈറ്റി ആണുള്ളത്. അത് നമ്മൾ ഓർഡർ അനുസരിച്ചാണ് കൊണ്ടുവരുന്നത്. ആൾക്കാർ പറയുന്ന ഓർഡർ അനുസരിച്ച് 20 വെറൈറ്റി കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മളെ കട്ട് ഫ്ലവറിന്റെ ജെർബറയാണിത്. പൂവിന്റെ ആവശ്യത്തിന് വളർത്തുന്ന പ്ലാന്റ് ആണ്. നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഐറ്റമാണ്. അപ്പൊ ഈ ബിഗോണിയയുടെ കെയറിംഗ് ഒക്കെ എങ്ങനെയാ? ബിഗോണിയയുടെ കെയറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ ബിഗോണിയ നശിച്ചു പോകണം എന്നാണ് പറയുന്നത്. ഈ ബിഗോണിയ നശിച്ചു പോകാനായിട്ട് മെയിൻ ഒരു കാരണം അതിന്റെ പോട്ടിംഗ് മിശ്രിതമാണ്. ഇത് കണ്ടില്ലേ, നനവുണ്ട് പക്ഷെ വെള്ളം നിൽക്കുന്നില്ല. ഒരിക്കലും പോട്ടിംഗ് മിശ്രിതത്തിനകത്ത് വെള്ളം നിൽക്കരുത്. എപ്പോഴും നമ്മുടെ പുട്ടുപൊടിയുടെ പോലൊരു നനവ് വേണമെന്ന് താനും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 15 ദിവസം കൂടുമ്പം, എല്ലാ 15 ദിവസം കൂടുമ്പോഴത്തേക്ക് നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് സാഫ് കലക്കി ഒഴിച്ചു
ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ എക്കാലക്സ്, പുഴുക്കളുടെ ആക്രമണം ഉണ്ടാവും ഇതിന്. അപ്പൊ എക്കാലക്സ് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബിഗോണിയ നമ്മളൊരു 5 വെറൈറ്റി ഒക്കെ കളക്ട് ചെയ്യുക. ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഒരു നോർമൽ 5 വെറൈറ്റി ഒക്കെ കളക്ട് ചെയ്യുക. അതിൽ നിന്നും അത് വളർത്തി പഠിച്ചതിന് ശേഷം അതിന്റെ ലീഫ് കുത്തിവെച്ച് അടുത്തൊരു ചെടി ഉണ്ടാക്കാനൊക്കെ പഠിച്ചതിന് ശേഷം കൂടുതൽ വെറൈറ്റിയിലോട്ട് പോവാൻ നോക്കുക. എപ്പീസിയ പ്ലാന്റ് അല്ലേ? അതെ, നിറയെ പൂക്കൾ ഉണ്ടാവുന്ന, വിവിധ കളർ പൂക്കളുണ്ടാവുന്ന, ഇലയിലും വ്യത്യാസമുള്ള. ഇതിന്റെ ഇലകള് കണ്ടറിയാം പല കളറിലുള്ളതുണ്ട്, പൂക്കളും അതുപോലെ തന്നെ. അതെ അതെ, പല കളർ പൂക്കളാണ്. ഇതൊക്കെ നീല കളർ പൂവാണ് വരുന്നത്. ഇതെല്ലാം തൈകളാണ്. ഇതെല്ലാം തൈകളാണ്. കണ്ടോ, നമുക്ക് ശംഖുപുഷ്പം ഒക്കെ ഇട്ട് നാരങ്ങ വെള്ളത്തിന്റെ കളർ അതാണ് ഇങ്ങനെ വയലറ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ എന്റെ മുന്നേന്ന് തന്നെയായിരുന്നു ശംഖുപുഷ്പം പറിച്ചെടുത്തത്. അപ്പൊ ഇതാണ് ഷീബയുടെ മക്കൾ. മോളുടെ പേരിന് ദേവിക, മോന് ദീപക്. അപ്പൊ ഇവർ രണ്ടുപേരുമാണ് ഷീബയ്ക്ക് എല്ലാ സപ്പോർട്ടുമായിട്ട് കൂടെ ഉള്ളത്. ഇല്ല, ചെടികള് പാക്ക് ചെയ്യാനും അവര് തന്നെയാണ് സഹായിക്കുന്നത് എല്ലാത്തിനും. കൃഷിക്ക്, പച്ചക്കറി കൃഷിയിലും ഏതായാലും അവര് തന്നെയാണ് എല്ലാം നോക്കുന്നത്. അപ്പൊ അവരാണ്. അപ്പൊ ഇനി അമ്മ ഇതുപോലെ സഹായിക്കുക അല്ലേ? അപ്പൊ ഷീബയ്ക്ക് കുറെ പുരസ്കാരങ്ങളൊക്കെ കിട്ടി തുടങ്ങിയായിരുന്നു. അപ്പൊ എന്തൊക്കെയാണത്? ഇത് കഴിഞ്ഞ വർഷത്തെ ദുബായ് വേൾഡ് മലയാളി അസോസിയേഷന്റെ എറണാകുളം ജില്ലയിലെ ഏറ്റവും നല്ല സ്വയം സംരംഭകയ്ക്കുള്ള അവാർഡ് കിട്ടിയതാണ്. അതിനുശേഷം ഇത് നമുക്ക് കുടുംബശ്രീയുടെ ആദരവ് കിട്ടിയതാണ്. ഇത് നമ്മുടെ പഞ്ചായത്തിന്റെ ആദരവ് കിട്ടിയതാണ്. ഇത് നമുക്ക് മാർച്ച് 8 വനിതാ ദിനത്തില് പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നേറിയ വനിതയ്ക്ക് ഗ്രേസ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന സംഘടന അവര് തന്ന അവാർഡാണ്. ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് തന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് അവാർഡുകളൊക്കെ കരസ്ഥമാക്കിയ ഒരാളാണല്ലോ. ഒരുപാട് അവാർഡുകളും. ഇപ്പൊ ഫാഷൻ ഡിസൈനിങ് അങ്ങനെ എന്തോ കഴിഞ്ഞെന്നല്ലേ പറഞ്ഞു? അതെ അതെ. അപ്പൊ അല്പം ഈ നഴ്സറി ഇത് കൂടാതെ വേറെ ചെയ്യുന്നുണ്ട്. ഞാന് ഇവിടെ എറണാകുളത്ത് വന്ന ഒരു 10 വർഷം മുന്നേ ഞാൻ ഫാഷൻ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. ഗവൺമെന്റ് അഫിലിയേഷനോട് കൂടി തൃപ്പൂണിത്തുറ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ജോയി ആലുക്കാസിന്റെ ന്യൂ ബോൺ ബേബീസിന്റെ ഡ്രസ് ഡിസൈൻ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം സുഖമില്ലാതെ വന്നപ്പോ അതൊക്കെ നിർത്തി. പക്ഷെ ഇപ്പൊ വീട്ടില് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്റ്റിച്ചിങ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 260 മുട്ടയോളം വിരിച്ചിറക്കുന്ന ഇൻക്യുബേറ്റർ ഉണ്ട്. അപ്പൊ മുട്ട വിരിച്ചിറക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പുറത്തൊക്കെ കൊണ്ടുപോകണവർക്ക് ആവശ്യമുള്ള ഇടിയിറച്ചി, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, ചക്ക ഉണക്കിയത്, പച്ചക്കറി, കോവയ്ക്ക, അങ്ങനെ പാവയ്ക്ക, അതൊക്കെ ഉണക്കിയതൊക്കെ ചെയ്യാനായിട്ടുള്ള ഡ്രയർ ഉണ്ട്. അത് ഉണക്കി കൊടുക്കുന്നുണ്ട്. സ്റ്റിച്ചിങ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എല്ലാം ഫുൾ ഓൾ ഇൻ ഓൾ 24 മണിക്കൂർ തികയുന്നില്ല നമുക്ക്. പിന്നെ നമ്മളെ വീട്ടിൽ TV അങ്ങനെയുള്ള കാര്യങ്ങളില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സമയം കളയാനായിട്ടില്ല. ഫുൾ ടൈം ഒന്നേ ഗാർഡനിങ്, അല്ലെങ്കിൽ സ്റ്റിച്ചിങ്, അല്ലെങ്കിൽ സമയം തികയുന്നില്ല. അപ്പൊ ഷീബ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അതായത് ഈ ഗാർഡനിങ്, നഴ്സറി നടത്തുന്നുണ്ട്. അങ്ങനെ പല സമയം തികയാത്ത ഒരാളായിട്ടും ആണ് ഇപ്പം നിൽക്കുന്നത്. അപ്പൊ എന്താണ് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചിട്ട് എനിക്ക് അതിൽ വിജയിക്കാൻ പറ്റുന്നില്ല, അങ്ങനൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരോട് ഷീബയ്ക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് അങ്ങനെയുള്ള ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എവിടെ തളർന്നു അല്ലെങ്കിൽ എവിടെ തോറ്റു എന്ന് തോന്നുന്നു അവിടെയാണ് നിങ്ങളുടെ ജീവിതം തുടങ്ങാൻ പോകുന്നത്. അവിടെ നിങ്ങൾ തുടങ്ങണം. കാരണം നിങ്ങളൊരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ തോറ്റു തുടങ്ങുമ്പോൾ നിങ്ങളുടെ മുന്നിലും പിന്നിലും ആരും നിങ്ങളെ സഹായിക്കാൻ ഇല്ലാത്തൊരവസ്ഥയാണ്. ആ അവസ്ഥയിൽ പിന്നെ നിങ്ങൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരുപാട് നേടിയെടുക്കാനുണ്ടെന്ന് ചിന്തിക്കുക. ആ ഒരു പോസിറ്റീവ് ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ചെറിയ ചെറിയ 1 രൂപയിൽ നിന്നും 1 രൂപ തിരിച്ചു പിടിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ചിന്തിച്ച് നിങ്ങൾ മുന്നേറുക. മുന്നേറുമ്പോഴും നമ്മളെപ്പോഴും മനസ്സിൽ ദൈവവിചാരത്തോടു കൂടി എനിക്ക് എൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തണം എന്നുള്ള ചിന്തയോടുകൂടി പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളവിടെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ആമയും മുയലും കഥ പറയുന്ന കണക്ക് നമ്മൾ അവിടെ എത്തിയിരിക്കും തീർച്ചയായിട്ടും. ഷീബയുടെ വീടിന്റെ പേര് മൈ ഡ്രീംസ് എന്നാണ്. എന്റെ സ്വപ്നങ്ങൾ. അപ്പൊ ഇവിടെ വന്നപ്പോ തന്നെ ഞങ്ങളുടെ അടുത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. കുറെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നു.
അപ്പൊ എന്താ പറയാ, ആ ഒരു ചെറിയ ലെവലിൽ നിന്നുകൊണ്ട് ഇത്രയും വളരെ അല്ലേ അതെ. ഈ വീടും സ്ഥലവും ഒക്കെ ഉണ്ടാക്കി അങ്ങനെ ഒരുപാട് പരിധിക്കും മേലെ. പരിധിക്കും മേലെ. അപ്പൊ ഇനിയും എന്താ പറയുക, ഷീബയുടെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കട്ടെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ എല്ലാവിധ ആശംസകളും. അപ്പൊ താങ്ക് യു. അതെ, ജീവിതത്തിൽ തോൽവി നേരിട്ടപ്പോഴും പിന്തുണയില്ലാത്ത അവസ്ഥയിലെത്തിയപ്പോഴും ദൈവവിശ്വാസത്തോടും പോസിറ്റീവ് ചിന്തയോടും കൂടി പരിശ്രമിച്ച് വിജയം കൈവരിച്ച ഷീബ മാമിന് സൺറിലാക്സിൻ്റെ ബിഗ് സല്യൂട്ട്. ഷീബയുടെ ഈ വിജയം നിങ്ങൾക്കും ഒരു പ്രചോദനമാകട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ് ബിലവേർഡ്സ്. ബൈ ബൈ.